അയ്യ വണക്കം. SFIക്കാർ പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊന്നു കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFIയുടെ സകല ക്യാപ്സ്യൂളുകളും തേഞ്ഞ് പണ്ടാരമടങ്ങി പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്പർ 1, ഈ ക്യാപ്സ്യൂളുകളെല്ലാം തേഞ്ഞ് പണ്ടാരമടങ്ങി പോകുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. SFIയുടെ നമ്പർ 1 ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണം എന്ന് പറയുന്നത് കൊലപാതകമല്ല, ആത്മഹത്യയായിരുന്നു എന്നുള്ളതായിരുന്നു. അത് പണ്ടാരമടങ്ങാൻ തേഞ്ഞ് മാഞ്ഞു പോയി, അത് ഒത്തില്ല എന്ന് വേണം നമുക്ക് പറയാം. ഇനി ക്യാപ്സ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ ഒരു പെണ്ണിനെ അവിടെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും സാധാരണ ഈ പെണ്ണ് കേസും കഞ്ചാവ് കേസുമാണ് നമ്മളെ എതിർക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ തലയിലെടുത്ത് വെച്ചു കൊടുക്കുന്നത്. ഈ രണ്ട് പ്ലാനും എങ്ങനെ തേഞ്ഞു പോയി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇനി ഡിജിറ്റൽ യുഗമാണോ, അതുകൊണ്ടാണോ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നത്, ഇന്ന് യാതൊരു വിധ പിടിയും നമുക്കില്ല. പോരാത്തതിന് ഇനി പ്ലാൻ സിയും പ്ലാൻ ഡിയും നമ്മുടെ പോക്കറ്റിലുണ്ട്. പ്ലാൻ സി എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ ലഹരിക്ക് അടിമയായിരുന്നു. സിദ്ധാർത്ഥൻ നിരന്തരം കഞ്ചാവ് വലിക്കുന്നത് നമ്മൾ കാണുമായിരുന്നു എന്നൊക്കെ കൊണ്ട് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുക, അത് കൈരളേക്ക് ബൈറ്റായിട്ട് എടുത്ത് കൊടുക്കുക, കൈരളേത് ഓടി നടന്ന് പ്രചരിപ്പിക്കുക. അതാണ് പ്ലാൻ സി എന്ന് പറയുന്നത്. ഇനി പ്ലാൻ ഡി ഉണ്ട്. സിദ്ധാർത്ഥൻ ഒരു മാനസിക രോഗിയായിരുന്നു, അവന് കെയർ കിട്ടണമായിരുന്നു, അതുകൊണ്ടാണ് ആ കെയർ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഈശ്വരാ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇതാണ് പ്ലാൻ സിയും ഡിയും. ഈ 4 പ്ലാനും തേഞ്ഞ് പണ്ടാരം അടങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മുൻകൂട്ടി കണ്ടിട്ടാണോ എന്ന് അറിയില്ല. CPMന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ രക്ഷിക്കാനായി അവതരിക്കുന്നവൻ. നമ്മുടെ ചോട്ടാമുംബൈയിൽ ജഗതിച്ചേട്ടൻ പറയുന്നത് പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം CPMനെ വീണ്ടും പിടിച്ചു കുലുക്കാനായി രംഗത്തെത്തുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും സരിതയാണെന്ന്. ഇല്ല, സരിതയെ നമ്മൾ ഇങ്ങോട്ടൊന്നും ഇറക്കില്ല. സരിതയെ നമുക്ക് SFI പിള്ളേരുടെ ഇടയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. നമുക്ക് സരിതയെ ഉപയോഗിക്കേണ്ടത് സുധാകരന് നേരെയും ഉമ്മൻചാണ്ടിക്ക് നേരെയും സതീഷിന് നേരെയും ചെന്നിത്തലയുടെ നേരെയും ഒക്കെയാണ്. സരിത അങ്ങോട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് വേറൊരാളുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ കോട്ട മൈതാനത്ത് ഗ്രൗണ്ട് വഴി കണ്ടം വഴി ഓടി നടന്നവൻ. ഇപ്പോൾ മരമുറി ചാനലിൽ മരമുറി മുതലാളിയുടെ ഷൂസുകൾ നക്കി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അരുൺകുമാറിനെയാണ് അപ്പം നമ്മൾ അവതരിപ്പിക്കുന്നത്. അരുൺകുമാർ 24 ചാനലുണ്ടായിരുന്നപ്പോൾ മരമുറി മുതലാളിയെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞതൊക്കെ കേൾക്കണം. 24 മരമുറി മുതലാളിയെക്കുറിച്ച് ഈ മരം എങ്ങനെയാണ് മുറിക്കുന്നത്, മരത്തിന് മുറിക്കാനുള്ള സാധ്യത ഇങ്ങനെയാണ്, മരം മുറിക്കാൻ പറ്റില്ല, മുറിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോയാൽ കടത്താൻ പറ്റില്ല, കടത്തി കഴിഞ്ഞാൽ അത് നേരെ തേച്ചൊരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അരുൺകുമാർ ആ വാർത്ത അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ റിപ്പോർട്ടറിലേക്ക് അരുൺകുമാർ ഇങ്ങനെ വന്നപ്പോൾ മരം മുറിയോ, അതെന്താ സാധനം, നമ്മുടെ കൊച്ചിനെ ഇപ്പോൾ പറയും പോലെ നിങ്ങളൊക്കെ ആരാ, നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്, മരം മുറിയോ, അതെന്താ സാധനം എന്ന് പറയുന്നത് പോലെയാണ് അരുൺകുമാറിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം നമ്മളെല്ലാവരും കണ്ടത്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടു. കേരളത്തിലെ ഇടതുപക്ഷം അയാളെ മാപ്ര എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് അയാൾ മാപ്രയില്ല. ഇന്ന് അരുൺകുമാറിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SFIയുടെ ഡൂക്കിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ക്യാപ്സ്യൂളുമായി എത്താൻ മികച്ച ഒരു അവതാരം അരുൺകുമാറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരുൺകുമാറിനെ ഇതിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, കാരണം പുള്ളിക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഈ വിദ്യാഭ്യാസം ഉള്ളവർ നമ്മുടെ ഇടയിൽ കുറവാണല്ലോ. അങ്ങനെയുള്ളവർ പറയുമ്പം ജനം വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന മേലങ്കിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിയെ നേരത്തെ ഡോളർ കടത്ത് കേസുണ്ട്. ഈ ഡോളർ കടത്ത് കേസിൽ പുള്ളിയെ കൊണ്ട് നമ്മുടെ നാട് നീളെ നടന്ന CPMന്റെ വേദികൾ മുഴുവൻ പ്രസംഗിപ്പിച്ചതാണ്. പുള്ളി എന്തിനാണ് നമ്മുടെ കൂടെ വരുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു MP സീറ്റോ ജോൺ ബ്രിട്ടാസിനെ പോലെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനോ, അല്ലെങ്കിൽ ആ പോളിറ്റ് ബ്യൂറോയിൽ വല്ലതും. കാരണം പുള്ളി നല്ല ഭംഗിയായിട്ട് ജാതീയതയൊക്കെ പറയുമല്ലോ. ഈ ജാതീയതയൊക്കെ പറഞ്ഞാണ് പുള്ളി പഴയുടെ മോഹനൻ നമ്പൂതിരിയെ കലോത്സവത്തിൽ നിന്നും നേരെ ചാടിച്ച് പുറത്തു കൊണ്ടുവന്നത്. അന്ന് പൊങ്കാലയുടെ പൂരമായിരുന്നു ഇങ്ങേർക്ക് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പുള്ളി ഈ നമ്മുടെ നാട്ടിലെ അങ്ങ് ഏറ്റവും താഴെ തട്ടിൽ മുതൽ അങ്ങ് ഏറ്റവും മുകളിൽ തട്ടിലുള്ള വിഭാഗമുള്ള ആൾക്കാരുടെ അടുപ്പിൻ്റെ കലത്തിൽ ബീഫ് തപ്പുക എന്നുള്ള പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. അപ്പം നമുക്കിതൊക്കെയാണ് വേണ്ടത്. പക്ഷെ പുള്ളിയുടെ കുട്ടികൾക്ക് ചിക്കൻ പോലും മേടിച്ചു കൊടുക്കില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ വേണമെന്നൊക്കെ പറയുന്നു, മേടിച്ചു കൊടുക്കണോ വേണ്ട എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ വന്നാൽ അതിഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൂടാ, റിപ്പോർട്ടറിൽ ഒരു യമണ്ടൻ തറ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് ഈ വേട്ടാവളിയൻ. ആ വേട്ടാവളിയൻ റിപ്പോർട്ടറിൽ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്, ഒരു സൈഡിൽ നികേഷ് കുമാർ അതിനെ വെളുപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അമ്മയൊക്കെ പിടിച്ചിരുത്തിയിട്ട് SFIക്കാർ 4 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി, യൂണിയൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും അമ്മയെ വിളിച്ചിട്ട് നികേഷ് കുമാർ ചോദിക്കുന്നത്, ഇത് SFI ആണ് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. അതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർ 2 പേരും, ഒന്ന് നികേഷും അരുൺകുമാറുമാണ്. പറയുന്നതിൽ ഖേദമുണ്ട്, പക്ഷേ സത്യം അതായതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് അരുൺകുമാറിൻ്റെ വാക്കുകളിലേക്ക് വരാം. അരുൺകുമാർ വളരെ ഭംഗിയായിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ, അതായത് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില സൂചനകൾ മനസ്സിലാക്കണം. സൂചനകൾ വെച്ച് ഞാൻ എൻ്റെ ഒരു നിഗമനം പറയാം എന്ന് പറഞ്ഞ് അരുൺകുമാർ പറയുന്ന ഒരു ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കമ്മികൾ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുന്നുണ്ട്.
ഈ സൂചനകൾ വെച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ 12-ാം തീയതിയാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഫെബ്രുവരി 12-ാം തീയതി ഈ സംഭവം തുടങ്ങുന്നു. 12-ാം തീയതി ഈ സംഭവം തുടങ്ങുമ്പോൾ അന്ന് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് സിദ്ധാർത്ഥൻ അതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥൻ 14-ാം തീയതി അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 12-ാം തീയതി അവിടെ ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്നൊരു ടോക്ക് അവിടെ വരുന്നു. ആ ടോക്ക് അവിടെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തോ ചില കാരണങ്ങൾ അയാൾക്ക് പോലും വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തോ ചില കാരണങ്ങൾ അവിടെ സംഭവിക്കുന്നു. 12-ാം തീയതി ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നു. എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. സിദ്ധാർത്ഥൻ പതറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്ക് തന്നെ ബുദ്ധിയില്ല, ബോധമില്ല. 12-ാം തീയതി രാത്രി എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിൽ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാകുന്നു. അതിൽ വിഷമിച്ച പെൺകുട്ടി ഈ 12-ാം തീയതി ഉണ്ടാകുന്ന സംഭവമാണ്. ഈ 12-ാം തീയതി ഉണ്ടാകുന്ന സംഭവത്തിൽ പെൺകുട്ടി 19-ാം തീയതി കൊണ്ട് പരാതി കൊടുക്കുകയാണെന്ന്. എടാ വേട്ടാ വളിയാ. 19-ാം തീയതി, അതായത് 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞു. ഈ 19-ാം തീയതി പെൺകുട്ടി 12-ാം തീയതി മനോവിഷമം ഉണ്ടായ പെൺകുട്ടി 19-ാം തീയതി കൊണ്ട് പരാതി കൊടുക്കുകയാണ്. ഈ 19-ാം തീയതി ആയപ്പോൾ സിദ്ധാർത്ഥൻ മരിച്ചു മണ്ണടിഞ്ഞ് കഴിഞ്ഞു. 19-ാം തീയതിയുള്ള പരാതി, അതും ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കോളേജ് തുറന്ന് പരാതി സ്വീകരിക്കുന്നു. ഇനി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥനെ അടിച്ച് കൊന്ന് മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു നരാധമൻ കൂടെ ഈ പരാതി പരിഹരിക്കാനുള്ള കമ്മിറ്റിക്കകത്തുണ്ടെന്നുള്ളതാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് SFI. മനസ്സിലായ? അപ്പോൾ ഈ പരാതി സ്വീകരിക്കുന്നു. 21-ാം തീയതിയോ 20-ാം തീയതിയോ SFIക്ക് അനുകൂലമായിട്ടുള്ള അവർക്ക് ഒത്താശ പാടുന്ന അവരുടെ ഷൂ നക്കുന്ന ഒരു അധ്യാപിക ഈ പരാതി ഒപ്പിടുന്നു. ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. 26-ാം തീയതി, 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിച്ചു. സിദ്ധാർത്ഥൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞു. സിദ്ധാർത്ഥൻ മണ്ണിൽ ലയിച്ചു. 26-ാം തീയതി ആ പരാതി സിദ്ധാർത്ഥൻ മരിച്ചത് കൊണ്ട് നമുക്കത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ പരാതി ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇതാണ് അവിടെ നടന്നത്. ഇതിനെയാണ് വലിയ കാര്യത്തിൽ വന്നിരുന്ന് പറയുന്നത്. ആ സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയെ ക്രൂരമായി അതിക്രമിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ധ്വനിയിൽ ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എത്രത്തോളം വിഷം ഉണ്ട് ഇയാളുടെയൊക്കെ മനസ്സിൽ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണിത്. പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞ് എന്തും എടുത്ത് വിഴുങ്ങരുത് കേട്ടോ. കിട്ടേണ്ടതൊക്കെ കിട്ടും. അതിപ്പോൾ പിണറായി സർക്കാരിനെ മണിയടിച്ച് നിന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു അധ്യാപകനായിരുന്നില്ലേ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇനി ഇയാൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെ പൂട്ടിയിട്ടിരുന്നില്ല ഇയാളെ, സിദ്ധാർത്ഥനെ അവിടെ പൂട്ടിയിട്ടിരുന്നില്ല. കാരണം സിദ്ധാർത്ഥനെ പൂട്ടിയിട്ടിരുന്നില്ല എന്ന് അമ്മ തന്നെ പറയുന്നു എന്ന് നമ്മളോട്. അമ്മയോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. സിദ്ധാർത്ഥന് ഭക്ഷണം കഴിക്കാൻ വിമുഖതയായിരുന്നു. 3 ദിവസം ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കൂടാ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. 3 ദിവസമാണ് ഭക്ഷണം കഴിക്കാതെ സിദ്ധാർത്ഥൻ ഇരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ കണ്ടവന്മാർക്ക് വേണ്ടി ഒത്താശ പാടുന്ന നേരത്ത് വയറ്റിൽ ചവിട്ടേറ്റ പാട്, കഴുത്തിൽ ബെൽറ്റ് മുറുകിയ പാട്, പുറകെ കമ്പിപ്പാലായിട്ട് അടിച്ച പാട്, തലയ്ക്ക് പുറകെ പോരാത്തതിന് കസേരയിൽ ഇരുത്തി ചവിട്ടിത്തള്ളി താഴെ ഇട്ടു, മൂത്രം കുടിപ്പിച്ചു എന്നുള്ള ആരോപണം വേറെയുണ്ട്. ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഇത്ര ഉളുപ്പില്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ തൊലിക്കെട്ടി ഞാൻ കാണ്ടാമൃഗത്തിൽ പോലും കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇയാളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. CRP ആയിരുന്നു സിദ്ധാർത്ഥൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് SFIയുടെ പിന്തുണയോടുകൂടിയാണ് സിദ്ധാർത്ഥൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയത് എന്നാണ് K. അരുൺകുമാർ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം ഞാൻ സിദ്ധാർത്ഥൻ്റെ അമ്മാവനുമായിട്ട് സംസാരിച്ചതാണ്. സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ പറയുന്നത് അവന് യാതൊരുവിധ പൊളിറ്റിക്കൽ അഫിലിയേഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ അവൻ്റെ ഒരു അക്കാഡമിക് മികവും അവൻ്റെ ഒരു ഓർഗനൈസിങ് സ്കിൽസും പിന്നെ അവൻ്റെ വേറെ പല ആക്ടിവിറ്റീസും കണ്ടിട്ട് ഈ ചക്കം കൊള്ളാമല്ലോ, ഇവനെ നമുക്ക് CRP ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നു. അങ്ങനെ CRP ആയിട്ട് ഒരു രാഷ്ട്രീയ ബന്ധമില്ലാതെ അവനെ എടുത്ത് വയ്ക്കുന്നു. സിദ്ധാർത്ഥൻ വിളിക്കുമ്പോൾ പറയുമായിരുന്നു അവരുടെ അമ്മയോടും അമ്മാവനോടും ഇങ്ങനെ CRP ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ SFI കാര്യമായിട്ട് അവിടെ ഒരു ബന്ധം പുലർത്തണമായിരുന്നു എന്ന്. ഇതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. ഒരു വിദ്യാർത്ഥി മരിക്കുമ്പോൾ ഉടനെ അത് SFI ആണെന്ന് പറഞ്ഞു പരത്തുക, SFIക്കാരെ അടിച്ചു കൊന്ന SFIക്കാരനാണെന്നുള്ള ധ്വനിയാണ് അപ്പോഴും വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഞാനും SFI ഉള്ള സ്കൂളിലൊക്കെ തന്നെ പഠിച്ചതാണ്. SFI ഉള്ള സ്കൂളിൽ പോലും യുവമാർ വരുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് അധ്യാപകന്മാർ ഇറങ്ങി ഓടുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോരാത്തതിന് നമ്മളെ നിർബന്ധിച്ച് സമരത്തിന് കൊണ്ട് നിർത്തുമായിരുന്നു. SFIയുടെ ഒരു ബന്ധമില്ലാത്ത വിദ്യാർത്ഥികൾ പോലും SFIയുടെ സമരത്തിന് അവർ കൊണ്ട് നിർത്തും. അങ്ങനെ കൊണ്ട് നിർത്തുമ്പോൾ അതിലൊരു വിദ്യാർത്ഥി ആ സമരത്തിൻ്റെ ഇടയിൽപ്പെട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ SFIയുടെ സമരത്തിനാണല്ലോ അവൻ നിൽക്കുന്നത്, അവനപ്പോൾ SFIക്കാരനാണല്ലോ എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു യുക്തി. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്.
എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് എന്ന് മാത്രമേ അരുൺകുമാറിനോട് പറയാനുള്ളൂ. പിന്നെ അരുൺകുമാറിനോട് വേറൊരു കാര്യം പറയാനുള്ളത്, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് വിവരമുണ്ടാകണമെന്നില്ല, വിദ്യാഭ്യാസവും വിവരവും ഉള്ളത് കൊണ്ട് വിവേകം ഉണ്ടാകണമെന്നില്ല. ഇത് മൂന്നും ഉണ്ടായാൽ പോലും മനുഷ്യത്വമില്ലാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.